സ്നേഹമുള്ളവരെ, ലോഗോസിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിൽ പ്രഭാഷകൻ്റെ പുസ്തകം 49 അധ്യായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 46 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് പരിചയപ്പെടാനായി പോകുന്നത്. ഒന്ന്, പ്രഭാഷകൻ 49 അധ്യായത്തിൽ ആരെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? ഉത്തരം, ഇസ്രായേലിലെ മറ്റു മഹാന്മാരെ പറ്റി. 2, പ്രഭാഷകൻ 49 അധ്യായത്തിൽ എത്ര ശീർഷകളുണ്ട്? ഉത്തരം 1. 3, എന്തുപോലെ പരിമളമാണ് ജോസിയായുടെ സ്മരണ? ഉത്തരം, വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ട് പോലെ. 4, നാവിന് തേൻ പോലെ ആകുന്നത് ആരുടെ സ്മരണ? ഉത്തരം, ജോസിയായുടെ. 5, ജോസിയായുടെ സ്മരണ വീഞ്ഞു സൽക്കാരത്തിൽ എന്തുപോലെ? ഉത്തരം, സംഗീതം പോലെ. 6, ഉത്തമ മാർഗത്തിൽ ചരിച്ച് ജനത്തെ മാനസാന്തരപ്പെടുത്തിയത് ആര്? ഉത്തരം, ജോസിയ. 7, ജനത്തെ മാനസാന്തരപ്പെടുത്തി ജോസിയ നീക്കിക്കളഞ്ഞത് എന്ത്? ഉത്തരം, പാപത്തിൻ്റെ മ്ലേച്ഛത. 8, ജോസിയ ഹൃദയം ഉറപ്പിച്ചത് എവിടെ? ഉത്തരം, കർത്താവിൽ. 9, ദുഷ്ടരുടെ നാളുകളിൽ ജോസിയ ബലപ്പെടുത്തിയത് എന്ത്? ഉത്തരം, ദൈവഭക്തി. 10, പാപത്തിൽ മുഴുകാതിരുന്നത് ആരെല്ലാം? ഉത്തരം, ദാവീദ്, ഹെസക്കിയ, ജോസിയ. 11, പാപത്തിൽ മുഴുകിയവരെല്ലാം നിരസിച്ചതെന്ത്? ഉത്തരം, അത്യുന്നതൻ്റെ നിയമം. 12, അത്യുന്നതൻ്റെ നിയമം നിരസിച്ചാൽ അസ്തമിച്ചതെന്ത്? ഉത്തരം, യൂദാ രാജവംശം. 13, അവർക്ക് മറ്റുള്ളവർക്ക് അടിയറ വെച്ചത് എന്ത്? ഉത്തരം, അധികാരം. 14, തങ്ങളുടെ മഹത്വം അടിയറ വച്ചത് ആർക്ക്? ഉത്തരം, അന്യജനതയ്ക്ക്. 15, ഏതു നഗരം തീ വയ്ക്കപ്പെടുമെന്നാണ് ജെറമിയ പ്രവചിച്ചിരുന്നത്? ഉത്തരം, വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരം. 16, ജനത തീ വച്ച ശേഷം ശൂന്യമാക്കിയത് എന്ത്? ഉത്തരം, തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിൻ്റെ തെരുവുകൾ. 17, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ആര്? ഉത്തരം, ജെറമിയ. 18, എന്തിനു വേണ്ടിയാണ് ജെറമിയ പ്രവാചകൻ തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം, പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി. 19, പ്രഭാഷകൻ 49:7 പ്രകാരം ഏത് പ്രവാചകനെയാണ് അവർ പീഡിപ്പിച്ചത്? ഉത്തരം, ജെറമിയായെ. 20, പ്രഭാഷകൻ 49:7 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത്? ഉത്തരം, ജെറമിയ 1:5. 21, കെരൂബുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ദർശിച്ചത് ആര്? ഉത്തരം, എസക്കിയേൽ. 22, പ്രഭാഷകൻ 49:8 എസക്കിയേലിനെ പറ്റി പറയുന്ന ബൈബിൾ ഭാഗമേത്? ഉത്തരം, എസക്കിയേൽ 1:4-28. 23, ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റ് അയച്ചത് ആര്? ഉത്തരം, ദൈവം. 24, പ്രഭാഷകൻ 49:9 പ്രകാരം ദൈവം നന്മ ചെയ്തത് ആർക്ക്? ഉത്തരം, നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക്. 25, ആരുടെ അസ്ഥികളാണ് കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കേണ്ടത്? ഉത്തരം, 12 പ്രവാചകന്മാരുടെ. 26, 12 പ്രവാചകന്മാർ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തത് ആര്? ഉത്തരം, യാക്കോബിൻ്റെ ജനത്തെ. 27, ആരുടെ മഹത്വം എങ്ങനെ വർണ്ണിക്കുമെന്നാണ് 49:11 പറയുന്നത്? ഉത്തരം, സെറുബാബേലിൻ്റെ. 28, വലത് കൈയിലെ എന്ത് പോലെയിരിക്കുന്നു സെറുബാബേൽ? ഉത്തരം, മുദ്രമോതിരം. 29, പ്രഭാഷകൻ 49:11 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത്? ഉത്തരം, ഹഗ്ഗ 2:23. 30, യേശുവയുടെ പിതാവ് ആര്? ഉത്തരം, യഹോസദാക്കിൻ്റെ. 31, തങ്ങളുടെ നാളുകളിൽ ആലയം പണിതത് ആരെല്ലാം? ഉത്തരം, സെറുബാബേൽ, യെശുവ. 32, അവർ വിശുദ്ധ മന്ദിരം പണിതുയർത്തിയത് എന്തിനു വേണ്ടി?
ഉത്തരം കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി. 33. പ്രഭാഷകൻ 49:12 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത്? ഉത്തരം എസ്ര 3:2-8, 18. 34. ആരുടെ സ്മരണയാണ് ശാശ്വതമാണെന്ന് പറയുന്നത്? ഉത്തരം നെഹെമിയായുടെ. 35. വീണുപോയ കോട്ടകൾ പണിതുയർത്തി നെഹെമിയ ചെയ്തതെന്ത്? ഉത്തരം വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിച്ചു. 36. നെഹെമിയ പുനരുദ്ധരിച്ചത് എന്ത്? ഉത്തരം വീണുപോയ വീടുകൾ. 37. പ്രഭാഷകൻ 49:13 സാമ്യമുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത്? ഉത്തരം നെഹെമിയ 2:17, 7:7. 38. ഹെനോക്കിന് തുല്യനായി ആരും എവിടെ ഉണ്ടായിട്ടില്ല? ഉത്തരം ഭൂമുഖത്ത്. 39. ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടതായി പറയുന്നത് ആര്? ഉത്തരം ഹെനോക്ക്. 40. പ്രഭാഷകൻ 49:14 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളേവ? ഉത്തരം ഉൽപ്പത്തി 5:24, ഹെബ്രായർ 11:5. 41. ജോസഫിനെ പോലെ ആരും ഡാഷ് 49:15 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ജനിച്ചിട്ടില്ല. 42. ആരുടെ അസ്ഥികളാണ് സൂക്ഷിക്കപ്പെടുന്നത്? ഉത്തരം ജോസഫിൻ്റെ. 43. പ്രഭാഷകൻ 49:15 ജോസഫിനെ പറ്റിയുള്ള മറ്റ് വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളേവ? ഉത്തരം ഉൽപ്പത്തി 42:47, 50, 18, 21. 44. ആരെല്ലാം ബഹുമാനിതരാണെന്നാണ് 49:16 പറയുന്നത്? ഉത്തരം ഷേമും സേത്തും. 45. സൃഷ്ടികൾക്കെല്ലാം ഉപരിയാണ് എന്ന് പറയുന്നത് ആരെ പറ്റി? ഉത്തരം ആദം. 46. പ്രഭാഷകൻ 49:16 സാമ്യമുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളേവ? ഉത്തരം ഉൽപ്പത്തി 1:26, 5:3, 6:8, 50:1. സ്നേഹമുള്ളവരെ, ഈ വീഡിയോയിൽ പ്രഭാഷകൻ്റെ പുസ്തകം 49-ാം അധ്യായത്തിലുള്ള പ്രധാനപ്പെട്ട 46 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ കണ്ടത്. ചോദ്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി കേൾക്കുക, മനപാഠമാകാനായിട്ട് ശ്രമിക്കുക. ലോഗോസ് ക്വിസിൻ്റെ മറ്റ് പഠന ഭാഗങ്ങളുടെ ചോദ്യോത്തരങ്ങൾക്കായിട്ട് ലോഗോസ് ക്വിസ് മാസ്റ്റർ എന്ന ഈ ചാനലിലെ മറ്റ് വീഡിയോകളും കാണാവുന്നതാണ്. ലോഗോസിനെ പഠിച്ച് നല്ല വിജയം നേടുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.